സോ നമുക്ക് ഇന്ന് ഞാൻ മൊഡ്യൂൾ 4 കുറച്ച് മെക്കാനിസംസ് ഉണ്ട്, അതുകൂടി തുടങ്ങുവാണ്. ഇനി മോഡ്യൂൾ 6 ഇനി IRും UVയും ഉള്ളു. അതും വളരെ എളുപ്പമാണ്. അതിനകത്ത് പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, തിയറീസാണ്, പ്രോബ്ലംസും കാര്യങ്ങളൊന്നും ഇല്ല. ആൻഡ് ദെൻ മൊഡ്യൂൾ 5 ഇനി നമുക്കുള്ളത് ഓർഗാനിക് നൈട്രജൻ കോമ്പൗണ്ട്സ് ആണ്. അത് ഇച്ചിരി ലെങ്തി മൊഡ്യൂളാണ്. അത് പയ്യെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പയ്യെ ഞാൻ എടുത്തു പോവാം. അതിൻ്റെ കൂടെ ഞാനിപ്പോൾ മൊഡ്യൂൾ 4 റിയാക്ഷൻ മെക്കാനിസംസ് ഉണ്ട്. അതിൽ റിയാക്ഷൻസ് പലതവണ നിങ്ങൾക്ക് ചോദിച്ചിട്ടുമുണ്ട്, എസ്സേക്കും ചോദിച്ചിട്ടുണ്ട്, അല്ലാതെയും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ റിയാക്ഷൻസും കൂടി തുടങ്ങുവാണ് ഇതിൻ്റെ കൂടെ. ഇടുന്ന റിയാക്ഷൻസ് അന്നന്ന് തന്നെ നോക്കി അത് അത് എഴുതി തന്നെ, റിയാക്ഷൻസ് എഴുതി തന്നെ പഠിക്കണം. അല്ലാതെ വായിച്ച് വിടരുത്, എഴുതി തന്നെ പഠിക്കണം, അല്ലെങ്കിൽ ഓർമ്മയിൽ നിൽക്കത്തില്ല. പ്രത്യേകിച്ച് നെയിംഡ് റിയാക്ഷൻസ്, നിങ്ങൾക്ക് കുറേ ഏറെ നെയിംഡ് റിയാക്ഷൻസ് മൊഡ്യൂൾ 4 അപ്പോൾ അതെല്ലാം ചോദിക്കാനുള്ള നെയിംഡ് റിയാക്ഷൻസ് ഇത് പേരെടുത്ത് തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ചത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, സോ ഫസ്റ്റ് അതിനകത്തുനിന്ന് ആ ഒരു മെക്കാനിസം ഓഫ് പിനക്കോൾ റീഅറേഞ്ച്മെൻറ്റ്, ക്ലെയ്സൺ റീഅറേഞ്ച്മെൻറ്റ്, ഫ്രൈസ് റീഅറേഞ്ച്മെൻറ്റ്, ബെൻസിഡിൻ റീഅറേഞ്ച്മെൻറ്റ്, ബെക്ക്മാൻ റീഅറേഞ്ച്മെൻറ്റ്, ഇത്രയുമാണ് ഞാൻ ആദ്യം എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഇത്രയും റിയാക്ഷൻസ് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഒന്നി അതിൻ്റെ മുകളിലുള്ള അടുത്ത റിയാക്ഷൻസ് എടുക്കും, അല്ലെങ്കിൽ പോളിമേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ഭാഗമായിരിക്കും എടുക്കുന്നത്. അത് ഇതുപോലെ റിയാക്ഷൻസ് കേട്ട് മടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഇടയ്ക്ക് ഇങ്ങനെ എടുക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് പിനക്കോൾ റീഅറേഞ്ച്മെൻറ്റ്. എന്താണ് പിനക്കോൾ റീഅറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ തന്നെ ഉണ്ട് പിനക്കോൾസ് റീഅറേഞ്ച് ചെയ്തിട്ട് പിനക്കളോൺ ആകുന്നു. ഓക്കെ, അതാണ് പിനക്കോൾ റീഅറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. പൊതുവെ പിനക്കോൾ എന്ന് പറയുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ 1,2 ഗ്ലൈക്കോൾസിനെയാണ് നമ്മൾ പിനക്കോൾസ് എന്ന് പറയുന്നത്. 1,2 ഗ്ലൈക്കോൾസ് എന്ന് പറഞ്ഞാൽ 2 OH ഗ്രൂപ്പ് വരുന്നത്. ഓക്കെ, 2 OH ഗ്രൂപ്പ് വരുന്ന ആൾക്കാരെയാണ് ഗ്ലൈക്കോൾസ് എന്ന് നമ്മൾ പറയുന്നത്. ആൻഡ് അവരെയാണ്, അതിൻ്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പൊസിഷനിൽ വരുന്ന OH ഗ്രൂപ്പ് ഉള്ളവരെയാണ് നമ്മൾ പിനക്കോൾസ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് അണ്ടർഗോസ് എ റീഅറേഞ്ച്മെൻറ്റ് ആൻഡ് ലാസ്റ്റ്ലി ഡീഹൈഡ്രേഷൻ. ഒരു മോണോ കീറ്റോൺ ആണ് പിനക്കളോൺ എന്ന് പറയുന്നത്. ആ മോണോ കീറ്റോൺ ആണ് നമുക്ക് ഫോം ചെയ്ത് കിട്ടുന്നത്. ഓക്കെ, ഇവിടെ പെരിഫറലായിട്ട് ഞാൻ പറയാം എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റിയാക്റ്റൻറ്റും പ്രോഡക്റ്റും നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു OH പോയിട്ടുണ്ട്. ആൻഡ് ഈ ആൽക്കൈൽ ഗ്രൂപ്പ് ഇവിടേക്ക് വന്ന് ഷിഫ്റ്റ് ചെയ്തേക്കുവാണ്. ആൻഡ് ഇവിടുത്തെ H+ പോയിട്ട് ഇവിടെ ഡബിൾ ബോണ്ട് ആയിട്ടുണ്ട്. അത്രയാണ് ഇവിടെ പെരിഫറലായിട്ട് പറഞ്ഞാൽ സംഭവിച്ചിരിക്കുന്നത്. മെക്കാനിസത്തിനകത്ത് കറക്റ്റായിട്ട് പറയും, അപ്പോൾ മനസ്സിലാവും. ആദ്യം തന്നെ ഈ ഇവിടുത്തെ OH ആണ് പോകുന്നത്. ദെൻ ഒരു ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ ഷിഫ്റ്റ് നടക്കുന്നു. 1,2 മിഥൈൽ ഷിഫ്റ്റ് എന്നാണ് അതിനെ പറയുന്നത്. കാരണം ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പൊസിഷനിലാണ് ഷിഫ്റ്റ് നടന്നേക്കുന്നത്. 1,2 മിഥൈൽ ഷിഫ്റ്റ്. ആൻഡ് ദെൻ ഇവിടെ ഉള്ള OHനകത്ത് H+ പോയിട്ട് ഇവിടെ ഡബിൾ ബോണ്ട് O ആയിരിക്കുന്നു. അങ്ങനെയാണ് നമുക്കൊരു പിനക്കളോൺ കിട്ടിയിരിക്കുന്നത്. ഇത് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞതാണ്. അതിനെയാണ് നമ്മൾ പിനക്കോൾ റീഅറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ സിംപ്ലി പിനക്കോൾ റീഅറേഞ്ച്മെൻറ്റ് എന്നും നമ്മളിതിനെ പറയാറുണ്ട്. ഓക്കെ, സോ പിനക്കോൾ റീഅറേഞ്ച്മെൻറ്റ് എന്താണ്? പിനക്കോൾസ് ഓൺ ട്രീറ്റിംഗ് വിത്ത്. അപ്പോൾ പിനക്കോൾ എന്താണെന്ന് അറിയണം, പിനക്കളോൺ എന്താണെന്ന് അറിയണം, സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ അറിയണം, പ്രൊഡക്റ്റ് അറിയണം. ഓക്കെ, Pinacols on treating with a dilute sulfuric acid undergoes a rearrangement and dehydration to form a monoketone called pinacolon. ഈ സ്റ്റേറ്റ്മെൻറ്റ് നെയിംഡ് റിയാക്ഷൻസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അതേപടി പഠിച്ചാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഓക്കെ, ആൻഡ് അവർ പിന്നെ ഈ R ഗ്രൂപ്പിനെല്ലാം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടാണ് അവർ പിന്നെ ഒരു എക്സാമ്പിൾ എഴുതിയിരിക്കുന്നത്. R ഗ്രൂപ്പിനെല്ലാം CH3 മിഥൈൽ ഗ്രൂപ്പ് കൊടുത്തിട്ട് ഒരു എക്സാമ്പിൾ എഴുതിയിരിക്കുന്നു. ഓക്കെ, നമുക്കിതിൻ്റെ മെക്കാനിസത്തിലോട്ട് കിടക്കാം. First, one of the OH group accepts a proton from strong acid to form protonated glycol. ആദ്യം എന്താ നടക്കുന്നതെന്ന് പറഞ്ഞാൽ
See, one of the OH group accepts a proton from a strong acid to form protonated glycol. See, ഇങ്ങനെയാണല്ലോ ഇത്. ആദ്യം ഇവിടെ പ്രോട്ടണേഷൻ ആണ് നടക്കുന്നത്. ഓക്സിജന് 2 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ആദ്യം ഇവിടെ പ്രോട്ടണേഷൻ ആണ് നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ OH H+ൻ്റെ കൂടെ ഈ H+ ഈ OHലേക്ക് വന്ന് കയറുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് ഇവിടെ CH3 ഉണ്ട്. ജസ്റ്റ് അത് 6 ഞാനിപ്പോൾ ഇടുവാണ്. CH3 തന്നെ ഇടണേ. ഓക്കെ, ഇവിടെ ലോൺ പെയർസ് ഉണ്ട് ഓക്സിജന്. ഇവിടുത്തെ ഒരു പെയർ എന്തായിട്ട് മാറി, ഒരു H+ കയറിയപ്പോഴത്തേക്ക് ഒരു പെയർ പോയി, ഒരു പെയർ ഇലക്ട്രോൺ അവിടെ ഉണ്ട്. ഓക്കെ, OH2+ ആയി. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താണ് സംഭവിക്കുന്നത്, പ്രോട്ടണേറ്റഡ് ഗ്ലൈക്കോൾ ഒരു മോളിക്യൂൾ വാട്ടർ എലിമിനേറ്റ് ചെയ്യും കാർബോകാറ്റോൺ ഫോം ചെയ്യാനായിട്ട്. ഓക്കെ, എന്താണ് മീൻസ് ഇത് മൊത്തത്തോടെ പോകുന്നു, ഈ വാട്ടർ മോളിക്യൂൾ മൊത്തത്തോടെ പോകുന്നു, അതാണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് ഈ വാട്ടർ മോളിക്യൂൾ മൊത്തത്തോടെ പോകുന്നു, അതാണ് അവിടെ സംഭവിക്കുന്നത്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ നിന്ന് ഈ വാട്ടർ മോളിക്യൂൾ എന്ത് ചെയ്യുന്നു, മൊത്തത്തിൽ പോകുന്നു. അപ്പോൾ എന്താണ്, കാർബണിനൊരു പോസിറ്റീവ് ചാർജ് വരുന്നു, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. കാണിക്കാം. ആ വാട്ടർ മോളിക്യൂൾ പോയി ഇവിടെ ഒരു പ്ലസ് ചാർജ് വന്നു, നമുക്ക് അവിടെ ഒരു കാർബോകാറ്റോൺ ഫോം ചെയ്തു എന്നാണ് അർത്ഥം. ഈ കാർബോകാറ്റോൺ ഫോം ചെയ്യുന്ന ഉടനെ മീഥൈൽ ഗ്രൂപ്പിൻ്റെ ഷിഫ്റ്റ് നടക്കും. ഓക്കെ, ഇവിടെ കിടക്കുന്ന മീഥൈൽ ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു കാർബോകാറ്റോണിലേക്ക് വന്ന് അറ്റാച്ച്ഡ് ആകും. ഓക്കെ, സോ ഈ മീഥൈൽ ഗ്രൂപ്പിൻ്റെ ഷിഫ്റ്റാണ് ഇവിടെ പറയുന്നത്. ഈ മീഥൈൽ ഗ്രൂപ്പ് വന്ന് ഈ കാർബൺ ആറ്റത്തിലേക്ക് അറ്റാച്ച്ഡ് ആവുന്നു. ഓക്കെ, CH3. സോ ഇവിടെയാണ് അടുത്ത കാർബോകാറ്റോൺ ഫോം ചെയ്യുന്നത്, ബിക്കോസ് അവിടെ നിന്നൊരു ഗ്രൂപ്പ് പോയി. CH3. ഇവിടെ എന്ത് വന്നു, CH3 വന്നു. ഇവിടെ എന്തുണ്ട്, ഓൾറെഡി OH ഉണ്ട്. ആൻഡ് ഇവിടുത്തെ കാർബോകാറ്റോൺ അത് എന്താണ്, കാർബോകാറ്റോൺ ഒരിക്കലും സ്റ്റേബിൾ അല്ല. നമ്മൾ ആ ഇൻ്റർമീഡിയറ്റിനെ റിമൂവ് ചെയ്താണ് നമുക്കൊരു സ്റ്റേബിൾ പ്രൊഡക്റ്റിലേക്ക് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, ഉടനെ ഓക്സിജൻ തൻ്റെ ഇലക്ട്രോൺസ് എന്ത് ചെയ്തു, ഇവിടേക്ക് കൊടുത്തു. ഓക്കെ, ഓക്സിജൻ തൻ്റെ ഇലക്ട്രോൺസ് എന്ത് ചെയ്തു, ഒരു പെയർ ഇലക്ട്രോൺ എന്ത് ചെയ്തു, കാർബൺ ഓക്സിജൻ ബോണ്ടിലേക്ക് കൊടുത്തു. സോ അവിടെ ഡബിൾ ബോണ്ടായി മാറും. അപ്പം കാർബണിൻ്റെ ആ കാർബോകാറ്റോണുള്ള പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യുന്നു, പോകുന്നു. ഓക്കെ, ആൻഡ് ഓക്സിജനിലായിരിക്കും നെക്സ്റ്റ് പോസിറ്റീവ് ചാർജ് വരാൻ പോകുന്നത്. ഓക്കെ, CH3C ഇവിടെ ആയിരിക്കും ഡബിൾ ബോണ്ട് വരുന്നു.
CH3 C ഡബിൾ ബോണ്ട് വരുന്നു ഇവിടെ. ഓക്കെ, ഇവിടെ പ്ലസ് ചാർജ് വരുന്നു, ഒരു പെയർ ഇലക്ട്രോൺ അവിടെ ഉണ്ട്. ഓക്കെ, ആൻഡ് CH3 CH3 C. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഓക്സിജന് പ്ലസ് ചാർജ് ഉള്ളതും സ്റ്റേബിൾ അല്ല. അപ്പോൾ അവിടെയും എന്തെങ്കിലും എന്ത് വേണം, സ്റ്റെബിലിറ്റി കൊണ്ടുവരണം. സോ ഈ ഓക്സിജൻ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടല്ലോ, ഈ ബോണ്ട് OH ബോണ്ട്, ഇവിടുന്ന് H+ തൻ്റെ ഇലക്ട്രോൺസ് ഇവിടെ കൊടുത്തിട്ട് H+ ആയിട്ട് പോകുന്നു. സോ -H+ അവിടെ നടക്കുന്നു. സോ H+ പോയി കഴിയുമ്പോഴത്തേക്ക് ആ പ്ലസ് ചാർജ് പോകുന്നു. സോ വി വിൽ ഗെറ്റ് ദ പ്രോഡക്റ്റ് CH3 C ഡബിൾ ബോണ്ടോ CH3. ഓക്കെ, നമുക്ക് പിനക്കളോൺ കിട്ടി, മോണോ കീറ്റോൺ കിട്ടി. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, പ്രോട്ടണേഷൻ ആണ്. ഒരു OH ഗ്രൂപ്പ്, പിനക്കോളിനകത്ത് ഒരു OH ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു, നമ്മളുടെ പ്രോട്ടണേറ്റഡ് ആകുന്നു. നമ്മൾക്ക് ഒരു പ്രോട്ടോൺ കയറിയിട്ട് അത് OH2+ ആകുന്നു, മീൻസ് അത് ഒരു വാട്ടർ മോളിക്യൂൾ ആകും. ദെൻ ആ വാട്ടർ മോളിക്യൂൾ എന്ത് ചെയ്യുന്നു, എലിമിനേറ്റ് ചെയ്യുന്നു. ദെൻ ആ വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്ത് അവിടെ ഒരു കാർബോകാറ്റോൺ ഉണ്ടാവുന്നു. ആ കാർബോകാറ്റോൺ ഉണ്ടായതിനകത്ത് ആ കാർബണിൻ്റെ പോസിറ്റീവ് ചാർജ് മാറാൻ ഒരു മീഥൈൽ ഗ്രൂപ്പിൻ്റെ ഷിഫ്റ്റ് നടക്കുന്നു. ആ മീഥൈൽ ഗ്രൂപ്പിൻ്റെ ഷിഫ്റ്റ് നടക്കുമ്പോഴത്തേക്ക് തൊട്ടടുത്തുള്ള കാർബൺ പോസിറ്റീവ് ആകുന്നു. ആ പോസിറ്റീവ് ചാർജ് മാറ്റാനായിട്ട് ഓക്സിജൻ എന്ത് ചെയ്യുന്നു, തൻ്റെ ഇലക്ട്രോൺ പെയർ അങ്ങോട്ട് കൊടുക്കുന്നു. ആ ഇലക്ട്രോൺ പെയർ കൊടുത്തു കഴിയുമ്പോൾ ഓക്സിജന് പോസിറ്റീവ് ചാർജ് വരുന്നു. ആൻഡ് ആ പോസിറ്റീവ് ചാർജ് റിമൂവ് ചെയ്യാനായിട്ട് ഒരു H+ അതിൽ നിന്ന് റിമൂവ് ചെയ്തു പോകുന്നു. And we will get the desired product, പിനക്കളോൺ. ഓക്കെ, ഇതാണ് പിനക്കളോൺ റീഅറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. പിനക്കളോൺ റീഅറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്, സി, one of the OH group accepts a proton from the strong acid to form protonated glycol. Protonated glycol ഇവിടെ ഫോം ചെയ്തു. ആ പ്രോട്ടനേറ്റഡ് ഗ്ലൈക്കോൾ മോളിക്യൂൾ ഓഫ് വാട്ടർ എലിമിനേറ്റ് ചെയ്ത് കാർബോകാറ്റോൺ ആയി. ആ കാർബോകാറ്റോൺ 1,2 മിഥൈൽ ഷിഫ്റ്റ് അണ്ടർഗോ ചെയ്ത്, എന്ന് പറഞ്ഞാൽ എന്താണ്, മിഥൈൽ ഗ്രൂപ്പ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, അപ്പോൾ തന്നെ ഓക്സിജൻ്റെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, കാർബണിൻ്റെ പോസിറ്റീവ് ചാർജ് കളയാനായിട്ട് എന്ത് ചെയ്യുന്നു, അങ്ങോട്ട് കൊടുക്കുന്നു, ഡൊണേറ്റ് ചെയ്യുന്നു. ആൻഡ് ദെൻ ഓക്സിജന് പോസിറ്റീവ് ചാർജ് വരുന്നു. അപ്പോൾ ആ കാർബോകാറ്റോൺ ഒരു പ്രോട്ടോൺ റിമൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, പിനക്കളോൺ ആവുന്നു. അതാണ് പിനക്കളോൺ റീഅറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. വളരെ എളുപ്പമായിട്ടുള്ളൊരു റീഅറേഞ്ച്മെന്റ് ആണ്. നെക്സ്റ്റ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്